ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്രഷർ കുക്കറിൽ സാമ്പാർ പൊടിയോ തേങ്ങയോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. ഹോട്ടലിലെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ജോലിക്ക് പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തോരപ്പരിപ്പെന്നോ സാമ്പാർ പരിപ്പോ എന്നൊക്കെ പറയും. നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. എൻ്റെ ഇരിക്കുന്ന പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുതിർന്ന് വരാൻ ഇടാത്തത്. വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. പരിപ്പ് നന്നായിട്ട് വെന്ത് വരണം. പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ തുറന്നെടുക്കുന്നത്. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 പച്ചമുളകും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കൊത്തമര എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് മുറിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഞാനിപ്പോൾ തോലോട് തന്നെയാണ് ചേർക്കുന്നത്. തോൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചെത്തി കളഞ്ഞതിന് ശേഷം മുറിച്ചെടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു മുരിങ്ങയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം വെള്ളരിക്കയും ചെറിയ കഷ്ണം കത്തിരിക്കയും, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാം. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ചേർക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്താൽ മതി. എന്തായാലും ഉള്ളി ചേർക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ സാമ്പാറും അവിയലും വയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പരിപ്പിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കൂടി പോവരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 1 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. 1 വിസിൽ വന്ന ഉടനെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പച്ചക്കറികൾ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ പ്രഷർ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത്. പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് പച്ചക്കറികൾ വീണ്ടും വെന്ത് പോവും. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ശർക്കര, കൂടിപ്പോരുത്, ഇത്ര മാത്രമേ ചേർക്കാവൂ. ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. കടുക് വറുത്ത് ചേർക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഈ സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഇത് വെച്ചാൽ പിന്നെ രാവിലത്തെ കാപ്പിക്കും ഉച്ചയ്ക്ക് ചോറിനും ഒക്കെ കറി റെഡിയാണ്. എളുപ്പമാണ്. ഞാനിത് എപ്പോഴും വയ്ക്കുന്ന സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സമയമില്ല, സാമ്പാർ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയണ്ട. സമയമില്ലെങ്കിലും വയ്ക്കാൻ പറ്റിയ സാമ്പാറാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസ് എനിക്ക് അയക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അയക്കാം. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.